സൂറത്ത് അറാഫിന്റെ 56-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ വദഉഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ. വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, ഭൂമി അതിന്റെ എല്ലാ നിലക്കുമുള്ള നന്മയാം വിധം വളർന്ന് പന്തലിച്ചതിന്റെ ശേഷം പിന്നീട് ആ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കാൻ, ആ ഭൂമിയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് അറാഫിന്റെ 56-ാമത്തെ ആയത്ത്. ഒന്നിങ്ങനെ കയറിയിരുന്നാലേ എല്ലാ വെള്ളിയാഴ്ചയും അത് പറയുന്നതിന് അർത്ഥമില്ല. പലയിടത്തും സോഫ് ഗ്യാപ്പുകളാണ്. വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, ഭൂമി എല്ലാ നിലക്കുമുള്ള വളർച്ചയിലും അതിന്റെ ഘട്ടങ്ങളിലേക്കും എത്തി നന്മ കൊണ്ടാകാം. ഭൂമിയിലുള്ള സസ്യലതാദികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാകാം. ഇതൊക്കെ പൂർത്തീകരിക്കപ്പെട്ടതിന്റെ ശേഷം പിന്നെ നിങ്ങൾ ആ ഭൂമിയിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിനെ അയിമ്മത്ത് വിശദീകരിക്കുന്നുണ്ട്. ഫീഹി മസ്അലത്തുൻ വാഹിദ, ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഒരൊറ്റ ഉദ്ദേശമാണ്. അന്നഹു സുബ്ഹാനഹു തആല നഹാ അൻ കുല്ലി ഫസാദിൻ ഖല്ല ഔ കസുറ ബഅദ സ്വലാഹിൻ ഖല്ല ഔ കസുറ. ഭൂമിയിലുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പടച്ചവൻ സൃഷ്ടിച്ച് തന്നതിന്റെ ശേഷം ആ ഭൂമിക്ക് ദോഷം സംഭവിക്കുന്ന ചെറുതോ ചെറുതോ വലിയതോ കുറഞ്ഞതോ കൂടിയതോ ആയ പ്രവർത്തനങ്ങളൊന്നും തന്നെ മുഅ്മിനീങ്ങളുടെ ഭാഗത്തു നിന്ന്, ഭൂമിയുടെ അവകാശികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇമാം ദഹ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു അതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ലാ തഊറു അൽ മാഅൽ മഈൻ, ആളുകൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, ജലസേചന മാർഗങ്ങളെ, കിണറുകളെ, കുളങ്ങളെ, ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളം, മറ്റു ജീവികൾ ഉപയോഗിക്കുന്ന വെള്ളം, അത് കെട്ടിക്കിടക്കുന്ന സ്ഥലം, അങ്ങനെ ഉപകാരപ്രദമാകുന്ന ഒരു ജലസംഭരണിയെയും തകർക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞു വലാ തഖ്തഉ അശ്ശജറൽ മുസ്മിറ മിറാറ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നിൽക്കുന്ന അശ്ശജറൽ മുസ്മിർ, ഫലം കായ്ക്കുന്ന മരങ്ങൾ, ആ മരങ്ങളെ വലാ തഖ്തഉ, മുറിക്കാനും പാടില്ലെന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നത് എന്നായി മതം പഠിപ്പിക്കുന്നത്. എത്ര കൃത്യമാണ്! ഒരു മതം ഇതുകൂടി പറഞ്ഞു തരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നിസ്കരിക്കൂ, നോമ്പനുഷ്ഠിക്കൂ, സകാത്ത് കൊടുക്കൂ, കുടുംബബന്ധം ചേർക്കൂ, മക്കളെ വളർത്തൂ എന്ന് മാത്രമല്ല, നിങ്ങളെപ്പോലെ ഭൂമിയിൽ അനേകം സൃഷ്ടിജാലങ്ങൾ, ജീവജാലങ്ങൾ, സംവിധാനങ്ങൾ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെയും നിങ്ങൾ പരിഗണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമാംവിധം മുഅ്മിനീങ്ങളെ ലോകത്തോട് പഠിപ്പിക്കുകയാണ്. വിശാലമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇങ്ങനെയും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഖത്ഉ ദനാനീറ മിനൽ ഫസാദി ഫിൽ അർദ്, നാണയം മുറിക്കാൻ, അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന വലിയ ഫസാദാണ്. ഇന്ന് നമ്മുടെ ലോകം അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് കേരളം, ഇന്ത്യ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം എല്ലാ വസ്തുക്കൾക്കും വില കൂടി എന്നതാണ്. കോവിഡാനന്തരം, അതിന്റെ ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധം, ഗസ യുദ്ധം, അതിന്റെ ശേഷം ഇപ്പൊ നിലനിൽക്കുന്ന പശ്ചിമേഷ്യ യുദ്ധം കാരണത്താൽ ഹോർമൂസ് കടലിടുക്കിലെ പിന്നെ ബന്ധസ്ഥനം, ഇത് ലോകത്തെ മുഴുവൻ ബാധിച്ചു. ഇതിനെങ്ങനെ കൂടി പറയാം, നോട്ട് പിൻവലിക്കൽ, അത് പാടില്ലെന്ന് കൂടി പഠിപ്പിക്കുകയാണ്. നോട്ട് നിരോധനം എന്തിന്റെയോ ആശയത്തിന്റെ പേരിൽ ആർക്കോ വേണ്ടി
പല ആശയങ്ങളും പറഞ്ഞുകൊണ്ടുള്ള നോട്ടനിരോധന പ്രവർത്തനങ്ങളും അത് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. സൂറത്ത് ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൂടി പഠിപ്പിക്കുന്നുണ്ട്, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ. നമ്മുടെ വിഷയം പരിസ്ഥിതിയാണ്. ഹുവ അൻശഅകും ഫിൽ അർളി മിനൽ അർളി വസ്തഅമറകും ഫീഹാ. അവനാകുന്നു നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചത്. ഹുവ അൻശഅകും ഫിൽ മിനൽ അർളി, അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു. വസ്തഅമറകും ഫീഹാ, ആ ഭൂമിയിലെ അധിവസിപ്പിക്കുകയും ആ ഭൂമിയുടെ പരിപാലകരുമാക്കിയിരിക്കുന്നു. വസ്തഅമറകും ഫീഹാ, നിങ്ങളെ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ആ മണ്ണിനെ പരിപാലിക്കുകയും ചെയ്തവനാരാണ്? അങ്ങനെ പരിപാലിപ്പിക്കാനുള്ള വ്യക്തികളാക്കി റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സൂറത്ത് ഹൂദിന്റെ 61-ാമത്തെ ആയത്തിൽ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയുന്ന ഒരു സംഭവമുണ്ട്. കാന മുലൂകു ഫാരിസ ഖദ് അക്സറു ഫീ ഹഫ്രിൽ അൻഹാരി വഗർസിൽ അശ്ജാർ. പേർഷ്യൻ രാജാക്കന്മാർ അവരുടെ നാടുകളിൽ ഭരണകാലഘട്ടങ്ങളിൽ ധാരാളം ജലസേചന മാർഗങ്ങൾ ഉണ്ടാക്കുകയും വഗർസിൽ അശ്ജാരി, പിന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ലാ ജറമ ഹസ്ലത്ത് ലഹുൽ അഅമാറു ത്വീല, അതുകൊണ്ട് അവർക്ക് തന്നെ ആയുസ് ദീർഘിപ്പിച്ചു കിട്ടി, ഒരുപാട് കാലം ജീവിച്ചു. പേർഷ്യൻ രാജകുടുംബം എന്ന് പറഞ്ഞത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്, നൂറ്റാണ്ടുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് പേർഷ്യൻ ഭരണകൂടം. അപ്പോൾ ഫസഅലൻ നബിയ്യു മിൻ അൻബിയാഇ സമാനിഹിം റബ്ബഹു, അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രവാചകൻ അല്ലാഹുവിനോട് ചോദിച്ചു, ഈ പേർഷ്യൻ രാജാക്കന്മാർക്കും ജനങ്ങൾക്കും ഇങ്ങനെ ആയുസ് കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ, മാ സബബു തിൽക്കൽ അഅമാരി, ഇവർക്ക് വയസ്സ് കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ, ഫഅഹല്ലാഹു തആല ഇലൈഹി അന്നഹും അമ്മറു ബിലാദി ഫആശ ഫീഹാ ഇബാദി, അവർ ഈ ഭൂമിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി, മരം നട്ടുപിടിപ്പിച്ചു, അതുപോലെ തന്നെ ജലസേചന മാർഗങ്ങൾ അവർ ചെയ്തു എന്ന് അല്ലാഹു ആ പ്രവാചകന് വഹി നൽകി എന്ന് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതും അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വീട്ടിലുള്ള മരങ്ങൾ മുറിച്ചിടാനല്ല അല്ലാഹുവിന്റെ കൽപ്പന. പ്രയാസകരമാകുന്ന, അപകടകരമാകുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരങ്ങൾ മുറിക്കാം, അതിന് പ്രശ്നങ്ങളില്ല. അത് എക്കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്തിനാ എന്റെ പറമ്പിൽ എത്ര തോന്നെ മരം, എന്നിട്ട് അങ്ങോട്ട് മുറിച്ചുവാക്കി. അനാവശ്യമായിട്ടുള്ള ഒരു മുറിക്കലും അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെയൊക്കെ നന്മയുടെ ഭാഗമായി പഠിപ്പിച്ചു എന്നതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, മാമിൻ മുസ്ലിമിൻ യഗ്രിസു റസൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു തൈ നട്ടു, ഒരു മരം നട്ടു, ഔ യസ്റഉ സറഅൻ, അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്തു, ഫയഅകുലു മിൻഹു ത്വയ്റുൻ, അതിൽ നിന്നൊരു പക്ഷി ഭക്ഷിച്ചു, ഔ ഇൻസാനു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഔ ബഹീമത്തുൻ, അതല്ലെങ്കിൽ ഒരു മൃഗം. ഒരാളൊരു കൃഷി നട്ടു, അല്ലെങ്കിൽ ഒരു മരം പിടിപ്പിച്ചു, അതിൽ നിന്നൊരു മൃഗം ഭക്ഷിച്ചു, ഒരു മനുഷ്യൻ ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു കിളി പക്ഷി ഭക്ഷിച്ചു, ഇല്ലാ കാന ലഹു ബിഹി സദഖ, അതവൻക്ക് സദഖയുടെ പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയാതെ നമുക്ക് ലഭിക്കുന്ന കൂലിയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖിയാമം വന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു ഫസീലത്തുണ്ടെങ്കിൽ, ഇൻ ഖാമത്തി സഅതു വഫി യദി അഹദികും ഫസീല, ഖിയാമത്തിന്റെ വെളിയാളം ഇങ്ങനെ പുറപ്പെടാൻ, ആ ഖിയാമങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ, ഫസീലത്തുൻ, ഒരു നാമ്പുണ്ടെങ്കിൽ, അതിനെ നട്ടുപിടിപ്പിച്ചിട്ട് ഖിയാമത്തിന്റെ മറ്റു ഏർപ്പാടിലേക്ക് നീ പോകാവൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ ആലോചിക്കും, എന്താ അതിന്റെ കാരണം? അതും അവന്റെ അതിന് ശേഷമുള്ള ജീവിതത്തിൽ ഒരു യുഗം പിറപ്പിക്കാൻ അത് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ നോക്കൂ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമുക്ക് നല്ലതാണ്, കൂലിയാണ്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ സ്വഹാബത്തും മരം നട്ടുപിടിപ്പിക്കണം, ജലസേചന കർമ്മങ്ങൾ നടത്തണം, സാമൂഹിക പ്രവർത്തനം നടത്തണം, ഭൂമിയെ സ്നേഹിക്കണം, ഭൂമിയെ ഇഷ്ടപ്പെടണം, ഭൂമിയെ ആദരിക്കണം, ഇതുപോലും പഠിപ്പിച്ചു. ഒരു ഹദീസ് ഞാൻ ഇന്നിങ്ങനെ ഈ വിഷയം പഠിക്കുന്ന സമയത്താണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഏറെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു ഹദീസ്. ഇസ്തഖീമു, നിങ്ങൾ ദീനിൽ അടിയുറച്ച് നിലനിൽക്കുക. വനഇമ്മ ഇൻ ഇസ്തഖംതും, ദീനിൽ അടിയുറച്ച് നിൽക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ പറഞ്ഞു വഹാഫിദു അലൽ വുദൂ, നല്ല രൂപത്തിൽ വുദൂ എടുക്കുക. ഫഇന്ന ഖൈറ അഅമാലികും അസ്സലാഹ്, നിങ്ങൾ ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും നല്ലത് നിസ്കാരമാണ്. അതുകൊണ്ട് വുദൂ നന്നാക്കുക. ഇനി പറയുന്നത് നോക്കൂ, വതഹഫദു മിനൽ അർദ്, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കുക. വതഹഫദു ഫിൽ അർദ് വതഹഫദു മിനൽ അർദ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയും റബീഅത്ത് ഇബ്നു അംറുൽ ജർശി റളിയല്ലാഹു തആല അൻഹയും നിന്നും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വതഹഫദു മിനൽ അർദ്, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഫഇന്നഹാ ഉമ്മുകും, ആ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾക്ക് അന്നമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിന്റെ എല്ലാതും ഈ ഭൂമിയാണ്. അതുകൊണ്ട് ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞത് എപ്പോഴെന്നറിയോ? ഇസ്തഖീമു, ദീനിൽ നിലനിൽക്കുക, നല്ല നിലക്ക് വുദൂ എടുക്കുക, നിസ്കരിക്കുക, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹാ ഉമ്മുകും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. എന്നിട്ട് പറഞ്ഞു ഇന്നഹു ലൈസ അഹദുൻ ആമിലുൻ അലൈഹാ ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖ്ബിറത്തുൻ ബിഹാ, ആ ഭൂമിയിൽ നിങ്ങൾ നന്മ ചെയ്താലും ശർറ് ചെയ്താലും നാളെ നിങ്ങളുടെ ഉമ്മയാകുന്ന ഭൂമി നിങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്നതാണ്. നന്മ ചെയ്താൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി, തിന്മ ചെയ്താൽ നിങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹഫദു ഉമ്മക്കും, ഉമ്മയെ, നിങ്ങളുടെ ഭൂമിയെ നിങ്ങൾ നല്ലപോലെ പരിപാലിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാത്രമല്ല, അവിടെ നിന്നുള്ള സ്വഹാബിമാർ പോലും യുദ്ധ സന്ദർഭങ്ങളിൽ പോലും അവിടെ നിന്ന് നിർദ്ദേശം കൊടുത്തിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ സൈന്യത്തെ അയക്കുമ്പോൾ നൽകിയിരുന്ന ഉപദേശങ്ങളിൽ കാണാം, ലാ തഖ്തഉ അശ്ജാറൽ മുസ്മിർ, ഫലം കായ്ക്കുന്ന മരങ്ങൾ നിങ്ങൾ മുറിക്കരുത്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽപ്പെട്ട ഒന്നിതാണ്, ഫലം കായ്ക്കുന്ന ഒരു മരവും നിങ്ങൾ മുറിക്കാൻ പാടില്ല. പിന്നെയോ കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്, ആളുകൾ കുടിക്കുന്ന വെള്ളം അത് നശിപ്പിക്കരുത്. അതൊക്കെ ഭൂമിയുടെ അവകാശത്തിൽപ്പെട്ടതാണ്. അത് ഇനിയും ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ളതാണ്. ഇന്നത്തെ യുദ്ധങ്ങളോ, ഇന്ന് യുദ്ധം നടക്കുന്നത് കുട്ടികളെ കൊല്ല, വലിയവരെ കൊല്ല. അതിന്റെ മുമ്പ് ആ കുട്ടികളും വലിയവരും ഒക്കെ ജീവിക്കുന്ന എല്ലാ ജീവിത സ്രോതസ്സുകളും തകർക്കുക. എണ്ണപ്പാടങ്ങൾ, കറണ്ട് പാടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, അവരുടെ മറ്റു ജീവിത മാർഗങ്ങൾ, കുളങ്ങൾ, നദികൾ, കരകൾ എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതും പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനമാണ്. ഇങ്ങനെ ഞാൻ വിശാലമായി പറയില്ല. നോക്കൂ, നമ്മുടെ നാട്, നമ്മുടെ ഭൂമി നേരിടുന്ന വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടതാണ് വംശനാശ ഭീഷണി. നിങ്ങൾ അറിയേണ്ട വിഷയമാണ് വംശനാശ ഭീഷണി. രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ഗ്ലോബൽ വാർമിംഗ് ആണ്, മറ്റൊന്ന് കളനാശിനികളും കീടനാശിനികളും. കളനാശിനികളും കീടനാശിനികളുടെ പ്രയോഗം. കളനാശിനികളുടെ പേരിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പറമ്പിൽ വീടകങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അതിമാരകമായ ചില കളനാശിനികൾ, അതിൽ മുഅ്മിനീങ്ങൾ ബോധവാന്മാരാകുന്ന നിർബന്ധമാണ്. ഗ്ലൈഫോസേറ്റ്, പാരക്വൈറ്റ് എന്നറിയപ്പെടുന്ന രണ്ട് തരം കളനാശിനികൾ. ഈ രണ്ട് തരം കളനാശിനികളെ UN 2015 നിരോധിച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന 2015 അത് നിരോധിച്ചു.
ഗ്ലൈഫോസേറ്റ്. ഇതിന്റെ കാരണം അത് നമ്മുടെ വീടുകളിൽ അതിന്റെ വെള്ളം ചേർത്ത് ഇങ്ങനെ തെളിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാ കളകളും 1-2 ദിവസം കൊണ്ട് നശിച്ചു പോകും. പക്ഷേ ഇങ്ങനെ ആരോഗ്യ സംഘടന ഇങ്ങനെ പറയുന്നു, 5 വർഷത്തിന്റെ ഉള്ളിൽ അത് ഉപയോഗിച്ചവനും അതുമായി ബന്ധപ്പെട്ടവർക്കും മാരകമായ ക്യാൻസർ രോഗം പിടിപെടുമെന്ന് ഇന്ത്യ അടക്കമുള്ള ആരോഗ്യ സംഘടനകൾ 2015 വെൽത്ത് ഓർഗനൈസേഷൻ നിരോധിച്ചു. 2022 ഒക്ടോബർ 21 കേന്ദ്ര സർക്കാരിന്റെ കൃഷി വകുപ്പ് അത് നിരോധിച്ചു. ഇന്ന് ഇതേ സാധനം മറ്റൊരു പേര് റൗണ്ടപ്പ് എന്ന പേരിൽ നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ പലയിടങ്ങളിൽ ക്യാൻസർ രോഗം. ഇതിന്റെ പ്രക്രിയയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഈ കെമിക്കലുകൾക്ക് ഒന്നെങ്കിൽ വെള്ളത്തിൽ ചേരണം, അല്ലെങ്കിൽ വായുവിൽ ചേരണം. വെള്ളത്തിൽ ചേർന്നാലും അത് മനുഷ്യന്റെ ഉള്ളിലേക്കാണ്, വായുവിൽ ചേർന്നാലും മനുഷ്യന്റെ ഉള്ളിലേക്കാണ്. ഇത് ഉപയോഗിച്ചാലും 2 മാസമാണ് ഇതിന്റെ എഫക്ട്. ഇത് 2 മാസമാണ് ആ കീടം നിന്ന് അവിടെ പുല്ല് മുളക്കാതിരിക്കുക. 2 മാസം കഴിഞ്ഞ് വീണ്ടും പുല്ല് മുളക്കും. പക്ഷേ 5 വർഷം കഴിഞ്ഞാൽ അയാളിലോ അയാളുടെ കുടുംബത്തിലോ മാരകമായ ക്യാൻസർ രോഗങ്ങൾ, വന്ധ്യതാരോഗങ്ങൾ, ലെൻസിന് പിടിപെടൽ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൽ, ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ കേടുപാടുകൾ സംഭവിക്കുമെന്ന് ഇന്ത്യയുടെ കൃഷി വകുപ്പ് അടക്കം ഓർമ്മപ്പെടുത്തുന്നു. സൂക്ഷിക്കാം. ഇത് മൂലം വംശനാശ ഭീഷണി സംഭവിക്കുന്നു. വംശനാശ ഭീഷണി സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുജാലങ്ങൾ അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ തകർക്കപ്പെടുന്നു. ഞാൻ അതിനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ ആ വർഷത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നാട് ചുറ്റുന്ന നേരം വെട്ടുകിളി, ജറാദ് കിളികളെ, ചെറിയ പുൽച്ചാടി പോലുള്ള വെട്ടുകിളികളെ കാണാനില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി. ചരിത്രം കമ്മീഷൻ ഏർപ്പെടുത്തി. വബഅസ ഇലൽ യമനി റാഖിബൻ, ഒരു കൂട്ടരെ യമനിലേക്ക് പറഞ്ഞയച്ചു. വറാഖിബൻ ഇലൽ ഇറാഖ്, മറ്റൊരു കൂട്ടരെ ഇറാഖിലേക്ക്. വറാഖിബൻ ഇലൽ ശാം, വേറൊരു കൂട്ടരെ ഷാമിലേക്കും പറഞ്ഞയച്ചു. ആരാ? ഉമർ റളിയല്ലാഹു തആല. അന്ന് ഇറാഖും യമനും ഷാമൊക്കെ ഉമർ റളിയല്ലാഹു തആല ഭരിക്കുന്ന കാലഘട്ടത്താണ്. എന്തിന്? വെട്ടുകിളിയെ കാണാനില്ല. വെട്ടുകിളിയെ കാണാത്തതിന്റെ പേരിൽ ഒരു ഭരണാധികാരി ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി ഇറാഖിലേക്കും യമനിലേക്കും ഷാമിലേക്കും പറഞ്ഞേക്കാൻ. യമനിൽ നിന്നുള്ള മനുഷ്യൻ ജറാദ് കിളികളെ ഞങ്ങൾ കണ്ടു എന്നും ഉമർ തങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അത് പിടിച്ചു കൊണ്ടുവന്നു ഉമർ തങ്ങളുടെ മുമ്പിൽ കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല ഇത് കണ്ടപ്പോൾ തക്ബീർ ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല ഖലഖ അൽഫ ഉമ്മത്തിൻ 600 മിൻഹാ ഫിൽ ബഹരി വ400 ഫിൽ ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ 100-ലധികം ജന്തു ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനങ്ങൾ, മനുഷ്യർ, പക്ഷികൾ, കിളികൾ എന്ന് പറഞ്ഞ പോലെ ഇനങ്ങൾ. അതിൽ 600 എണ്ണവും കടലിലാണ്, 400 വിഭാഗങ്ങളും കരയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ സമൂഹങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ആദ്യത്തെ വർഗം ജറാദ് കിളികളായിരിക്കും. ജറാദിന് വംശനാശ ഭീഷണി സംഭവിച്ചാൽ, ശ്രദ്ധിച്ചു, ജറാദിന് വംശനാശ ഭീഷണി സംഭവിച്ചാൽ നൂലറ്റിയ ദസ്വിമാരിൽ നിന്നും മുത്തുകൾ അഴിഞ്ഞു വീഴുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ ഓരോ സമൂഹവും നശിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജറാദ് കിളികളെ ഒട്ടും കാണാതായപ്പോൾ ഉമർ തങ്ങൾ പേടിക്കൽ, ഇനി മനുഷ്യൻ ഇതിൽ അകപ്പെടുവോ? ആളെ പറഞ്ഞയച്ചു കണ്ടപ്പോൾ തക്ബീർ ചൊല്ലാണ്. ഞാൻ പറയുന്നത്, നമ്മൾ കുറച്ച് ബോധത്തോടെയും ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ്. കളനാശിനി പ്രയോഗങ്ങൾ, കീടനാശിനി പ്രയോഗങ്ങൾ അത് നമ്മൾ സ്വമേധയാ തീരുമാനിച്ചാൽ മാത്രമേ നടക്കൂ. ഇന്ന് ഈ പറയപ്പെട്ട കളനാശിനികൾ പല പേരിലും മാർക്കറ്റിലുണ്ട്.
ആ റൗണ്ടപ്പിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുള്ളത് ഡേഞ്ചർ എന്നാണ്. അത് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. കയ്യിലാകാൻ പാടില്ല, കണ്ണിലാകാൻ പാടില്ല, കാലിലാകാൻ പാടില്ല, ശരീരത്തിന്റെ ഓരോ പാർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒന്നാകാൻ പാടില്ല. നിർദ്ദേശങ്ങളാണ്. ചെറിയ കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്, നേരിട്ട് ശ്വസിക്കരുത്, അതിമാരകം. ഇനി ഇങ്ങനെയുണ്ട്, അത് ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച് വിവരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ്. ഉപയോഗിക്കുന്നവർക്ക് ആക്ഷൻ എടുക്കുമെന്നാണ്. സൂക്ഷിക്കാം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പരിസ്ഥിതി ദിനത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഭൂമിയെ ഉമ്മയെപ്പോലെ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിലുള്ള എല്ലാ ഫസാദിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.